ഇന്ത്യ റാവൽപിണ്ടി ആക്രമിച്ചു എന്ന് ഇപ്പോൾ പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. റാവൽപിണ്ടി നൂർഖാൻ വിമാനത്താവളം ഇന്ത്യ ആക്രമിച്ചു എന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത്. പുലർച്ചെ 2:30 മണിയോടെ സൈനിക മേധാവി ഇക്കാര്യം തന്നെ അറിയിച്ചതായും ഷഹബാസ് ഷെരീഫ് വ്യക്തമാക്കുന്നു. ഡൽഹിയിൽ നിന്ന് വിനീത വിജി നമുക്കൊപ്പം ചേരുകയാണ്. വിനീത, ഗുഡ് മോർണിംഗ്. വിനീത, യഥാർത്ഥത്തിൽ റാവൽപിണ്ടി നമ്മൾ ആക്രമിച്ചു എന്ന് പറഞ്ഞപ്പം എത്ര ആളുകൾ വിശ്വസിച്ചു എന്നറിയില്ല. എന്തായാലും പാകിസ്ഥാൻ അവസാനം തലകുലുക്കിയിരിക്കുന്നു, ഞങ്ങൾക്ക് അങ്ങനെ ഒരബദ്ധം പിണഞ്ഞു എന്നുള്ള രീതിയിൽ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. തീർച്ചയായും എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം റാവൽപിണ്ടി ആക്രമിച്ചുവെന്ന് ഇന്ത്യ പറയുമ്പോഴും അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല എന്നൊക്കെയായിരുന്നു പാകിസ്ഥാന്റെ അവകാശവാദം. ഇപ്പോഴിതാ പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യം സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പുലർച്ചെ 2:30 ഈ ആക്രമണം ഉണ്ടായതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. റാവൽപിണ്ടി നൂർഖാൻ വ്യോമതാവളം ഇന്ത്യ ആക്രമിച്ചെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ അംഗീകരിച്ചിരിക്കുകയാണ്. പുലർച്ചെ 2:30 സൈനിക മേധാവി ഇക്കാര്യം തന്നെ അറിയിക്കുകയായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. 2:30 കരസേനാ മേധാവിയുടെ ഒരു ഫോൺ കോൾ തനിക്ക് ലഭിക്കുന്നത്. ഈ ഫോൺ കോളിലാണ് റാവൽപിണ്ടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇന്ത്യ ആക്രമണം നടത്തിയതായിട്ടുള്ള വിവരം തന്നെ സൈനിക മേധാവി അറിയിച്ചതെന്നും അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ വ്യോമ ആസ്ഥാനം, പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനം ഈ റാവൽപിണ്ടി മേഖലയിലാണുള്ളത്. അവിടെ നിന്ന് ഈ സൈനിക ആസ്ഥാനം മാറ്റിയേക്കുമെന്നൊക്കെയുള്ള ചില സൂചനകളും വാർത്തകളും ഒക്കെ തന്നെ പുറത്തു വന്നിട്ടുമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ ഇക്കാര്യം തുറന്ന് സമ്മതിക്കുന്നത്. റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമതാവളം ഇന്ത്യ ആക്രമിച്ചു, നൂർഖാൻ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായെന്ന് കരസേനാ മേധാവി പുലർച്ചയോടുകൂടി തന്നെ വിളിച്ച ഇക്കാര്യം അറിയിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി സ്ഥിരീകരിച്ചിരിക്കുന്നത്. എസ് കെ.